നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ കണ്ടെത്താൻ തെരച്ചിലിനായി കൂടുതൽ സംഘമെത്തും. സമീപത്തെ കുളങ്ങളിൽ പരിശോധന നടത്താൻ മുങ്ങൽ വിദഗ്ധരെത്തും. പ്രതിയുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പി കണ്ടെത്തിയതിനാലാണ് കുളത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തുക. നെന്മാറ, പോത്തുണ്ടി, നെല്ലിയാമ്പതി, തമിഴ്നാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുക. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. പാലക്കാട് നിന്ന് ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിൻ, ഇത്തരത്തിൽ ഈ കുളങ്ങളിലൊക്കെ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഇയാൾ ആത്മഹത്യക്ക് ശ്രമം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാലാണോ? ഏതൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അതെങ്ങനെയാണ്? ആതിര, ഈ കൊലപാതകം നടന്ന് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്ന് ഒരു രാത്രി വെളുക്കുമ്പോൾ ഇനിയും പ്രതിയെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പോലീസിന്റെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നെന്മാറ ഡിവൈഎസ്പിയുടെയും എസ്പിയുടെയും പാലക്കാട് എസ്പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രിയും ഈ സമയത്തും ഊർജിതമായി നടക്കുന്നു. അതിന് എല്ലാ സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് പ്രതി രക്ഷപ്പെടാൻ സാഹചര്യമുള്ള എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനകളാണ് നടത്തിവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ ഫയർഫോഴ്സിന്റെ കൂടി സഹായത്തോടു കൂടി ഇത്തരത്തിൽ ജലാശയങ്ങളിലടക്കം പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ കേരള ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിനെ അടക്കം നെന്മാറയിൽ എത്തിച്ച് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന കൊലപാതകം നടന്ന ബോയൻ കോളനിയിലടക്കം തൊട്ടടുത്തുള്ള ജലാശയങ്ങളിൽ എത്തിച്ച് പോത്തുണ്ടി ഡാമിലടക്കം പരിശോധന നടത്തുമെന്നുള്ള സൂചനകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്നലെ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കയറി മുൻവശത്തെ കതക് അടച്ചതിന് ശേഷം പ്രതി ആയുധങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം വിഷക്കുപ്പി അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇയാൾ അന്വേഷണത്തെ വഴിമുട്ടിക്കാൻ ചെയ്തൊരു നീക്കമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുമ്പോഴും ഒരു വിഷക്കുപ്പി വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇത് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ളൊരു തീരുമാനമെടുത്ത പ്രതി വിഷം കഴിച്ചതിന് ശേഷം ഓടി മറഞ്ഞതോ രക്ഷപ്പെട്ടതോ ആകാമെന്നുള്ളൊരു നിഗമനം കൂടി പോലീസിനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് സമീപത്തെ ജലാശയത്തിലടക്കം പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഇവിടേക്ക് എത്തും. പോത്തുണ്ടി ഡാമിന് തൊട്ടടുത്തുള്ള പ്രദേശം കൂടിയാണ് ഇവിടെ. ഡാമിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. പ്രധാനമായും ഇന്നലെ ഈ കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട പ്രതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നും കൊലപാതകം നടന്ന ഈ പ്രദേശത്ത് നിന്നും സ്വന്തം വീട്ടിലേക്ക് കയറുകയും അവിടെ നിന്നും ഈ വിഷക്കുപ്പി ഉപയോഗിക്കുകയും അതിനുശേഷം ആയുധങ്ങൾ അവിടെ സ്വന്തം വീട്ടിൽ തന്നെ വെച്ചതിന് ശേഷം പിൻവശത്തെ വാതിൽ തുറന്നാണ് സമീപത്തെ നെൽപ്പാടത്തുകൂടി തൻ്റെ കുടുംബ വീട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്നും തൊട്ടടുത്തുള്ള ഒരു പാറക്കുളത്തിൽ പോയി കുളിച്ച് വസ്ത്രം മാറിയതിനു ശേഷമാണ് പ്രതി പിന്നീട് കാണാതായത്. ഇതിനുശേഷം ഈ പ്രതി ഈ എത്തിയ വഴികളിലൊക്കെ പോലീസ് നായ പാലക്കാട് നിന്നും എത്തിച്ച ഹണി എന്ന നായ സഞ്ചരിക്കുകയും പ്രതിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞ് ഈ പ്രതി സഞ്ചരിച്ച പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കുളം വരെയുള്ള സ്ഥലങ്ങൾ വരെ സഞ്ചരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ വെച്ച് വസ്ത്രം മാറി ഇയാൾ രക്ഷപ്പെട്ടതായിട്ടാണ് പോലീസ് അനുമാനിക്കുന്നത്. പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരുപ്പൂരടക്കം തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പോലീസ് ഇന്നലെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഒരു സംഘം പോലീസ് തമിഴ്നാട്ടിലെത്തിയും അന്വേഷണം നടത്തുകയാണ്. നെല്ലിയാമ്പതി അടക്കമുള്ള മേഖലകൾ, പോത്തുണ്ടി അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വനപ്രദേശങ്ങളിലടക്കം കൃത്യമായ പരിശോധനകളും നടക്കുന്നു. ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 1 മണി വരെയുള്ള സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾ, ചെറുപ്പക്കാരടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ തെരച്ചിലും പ്രതി ഒരുപക്ഷെ ഇവിടേക്ക് മടങ്ങിയെത്താമെന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സമീപത്തെ നെൽപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടന്നിരുന്നു. അത്തരത്തിൽ പോലീസിനൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ വലിയ ജാഗ്രതയോടുകൂടിയാണ് ഇന്നലത്തെ ഒരു രാത്രി കഴിച്ചുകൂട്ടിയത്. ഇതിനുശേഷം പ്രതിയെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ വീഴ്ചകളോടനുബന്ധിച്ച് നടന്ന നടപടികളുടെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ജനരോക്ഷം നിലനിൽക്കെ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ വീഴ്ചകളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ എത്രയും വേഗം പ്രതിയെ കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് നടക്കുന്നത്. മാത്രമല്ല, കൊല്ലപ്പെട്ട 2 പേരുടെ, സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ ഇന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് ഇതിനോടകം തന്നെ വലിയ വീഴ്ചയായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പും ഒക്കെ ഇക്കാര്യത്തിൽ കർശന നടപടികൾ അതിവേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോലീസിന് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് വേഗത്തിൽ കടക്കാനാവുന്നില്ല എന്നുള്ളതും അന്വേഷണ സംഘത്തിനും
ജില്ലയിലെ പോലീസിനും ഒക്കെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. ഇതേ തുടർന്നുകൂടി പോലീസിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ കൂടി ശക്തമാവുകയാണ്. ഇന്ന് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംയുക്തമായി നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരം ജനരോക്ഷം ശക്തമായൊരു വിഷയത്തിൽ പോലീസ് വീഴ്ചകൾ നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു സംഭവത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാകുന്നില്ല എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചുകൂടി വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് വിവിധ സംഘങ്ങളായി കൂടുതൽ സംഘങ്ങളെ ഉൾപ്പെടുത്തി കൂടുതൽ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ ഊർജിതമാക്കാൻ പ്രതിയെ കണ്ടെത്താൻ നടപടികൾ സാധ്യമായ എല്ലാ നിലയിലും പോലീസ് നടത്തുന്നത്. ഇതിനായി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കും. പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ നാടിനെ നടുക്കി ഇരട്ട കൊലപാതകം ഉണ്ടായി ഒരു രാത്രിയും ഒരു പകലും പിന്നിടുന്നതിന് ശേഷവും ഇപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തമിഴ്നാട് അടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന ശക്തമാക്കുന്നത്. ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ ഒരു വിഷക്കുപ്പിയും കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെ ഈ വീടിനടുത്തുള്ള കുളങ്ങളടക്കം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ലെവിൻ കെ വിജയൻ പാലക്കാട് നിന്ന്.